കണ്ണൂർ കായലോട് ആൾക്കൂട്ട ആക്രമണത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. റസീനയുടെ സുഹൃത്ത് റഹീസിന്റെ പരാതിയിലാണ് കേസെടുത്തത്. യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കെ പിടിച്ചിറക്കി മർദ്ദിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് ഇപ്പോൾ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? നേരത്തെ ഇതൊരു സദാചാര വിചാരണ എന്ന രീതിയിലൊക്കെ വന്നതാണ്, പക്ഷേ ഇപ്പോൾ അതല്ല, മർദ്ദനമുണ്ടായിട്ടുണ്ട് എന്നൊരു പരാതി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് വരികയാണ്. അതിലിപ്പോൾ പുതിയ എഫ്ഐആർ വരുന്നു. അതിൽ 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് റഖീസ് പറയുന്നത്? സദാചാര വിചാരണ മാത്രമല്ല, ഈ മർദ്ദനമുണ്ടായി എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ജഹീസ് ഹാജരായി തലശ്ശേരി ASPക്ക് ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകുന്നത്. ആ മൊഴിയിൽ പറയുന്നുണ്ട്, ഈ യുവതിയുടെ കുടുംബം ആരോപിച്ച കുറ്റങ്ങളൊന്നും തന്നെ താൻ ചെയ്തിട്ടില്ല. പക്ഷേ താനും യുവതിയും 15-ാം തീയതി 4 മണിക്ക് കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. 5 പേർ വരികയും കാറിൽ നിന്ന് പിടിച്ചിറക്കി ഇരുചക്ര വാഹനത്തിൽ കയറ്റി തുടർന്ന് മറ്റൊരു ഇടത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അത് സംഘം ചേർന്നാണ് മർദ്ദിച്ചിരിക്കുന്നത്. ബലപ്രയോഗത്തിലൂടെ 3 മൊബൈൽ ഫോണും ടാബും കൈക്കലാക്കി ഫോണിലുള്ള ഫോട്ടോ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. 5 പേർക്കെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ 3 പേർ നിലവിൽ റിമാൻഡിലാണ്. മുബഷീർ, ഫൈസൽ, റഫ്ലാസ് എന്നിവർ റിമാൻഡിലാണ്. സുനീർ സക്രിയ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്തതോടുകൂടി ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. യെസ്, അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. കായലോട്ടെ സംഭവത്തിലാണ് ഇപ്പോൾ മറ്റൊരു എഫ്ഐആർ കൂടി വരുന്നത്. അവിടെ ഒരു പരസ്യ വിചാരണ മാത്രമല്ല, അവിടെ മർദ്ദനവും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ പരാതി. അതിലാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്.